വയനാട്ടിലെ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വിഘാതമാകുന്നത് ചട്ടങ്ങൾ. പ്രകൃതി ദുരന്തങ്ങളെ ഒന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്നാണ് കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന്റെ ചട്ടം. അതീവ ഗുരുതര പ്രത്യാഘാതമുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ സംസ്ഥാനത്തെ 1/3 ജനതയെയും ബാധിക്കണം. ഈ സാഹചര്യത്തിലാണ് ഗുരുതര സ്വഭാവമുള്ള ദുരന്തമായെങ്കിലും പ്രഖ്യാപിക്കണമെന്ന് ശശി തരൂർ MP ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത്. ദേശീയ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങളൊന്നും നാഷണൽ കലാമിറ്റി അഥവാ ദേശീയ ദുരന്തമാകില്ല. എന്നാൽ നാഷണൽ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി അഥവാ അസാധാരണ പ്രത്യാഘാതങ്ങളുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാം. അത് ചെയ്യേണ്ടത് ജൽശക്തി മന്ത്രാലയമാണ്. ഒരു സംസ്ഥാനത്തെ 1/3 ജനതയെയും ബാധിക്കുന്ന ദുരന്തത്തെയാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്. 2018 പ്രളയത്തെ പോലും ഈ ഗണത്തിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയിരുന്നില്ല. പകരം കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. സംസ്ഥാനം ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള സഹായങ്ങൾ എത്തിക്കുക മാത്രമാണ് കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ ആയാലുള്ള ബാധ്യത. 40,000 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കിയ 2018 പ്രളയത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടും കേന്ദ്രവിഹിതം 3048 കോടി രൂപ മാത്രമായിരുന്നു. അധിക അരി അനുവദിച്ചതിന് 208 കോടി രൂപയും നേവിയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററും ഉപയോഗിച്ചതിന് 103 കോടി 71 ലക്ഷം രൂപയും സംസ്ഥാനം നൽകേണ്ടി വന്നതും വിവാദമായിരുന്നു. എന്നാൽ 2015 ഇന്ത്യ ഒപ്പുവെച്ച സെൻഡായി ചട്ടമനുസരിച്ച് കാലാവസ്ഥാ മാറ്റം മൂലമുള്ള ഏത് ദുരന്തവും മറികടക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം. നഷ്ടപരിഹാരം മാത്രമല്ല, പുനർനിർമ്മാണവും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സന്നാഹങ്ങളും ഒരുക്കി നൽകേണ്ടത് രാജ്യത്തിന്റെ ചുമതലയാണ്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കണമെന്നും തികയാതെ വന്നാൽ ദേശീയ ദുരന്ത നിവാരണ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാമെന്നും 10ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു. ചെലവാകുന്ന തുകയുടെ 4/3 കേന്ദ്രവും 4/1 സംസ്ഥാനവും വഹിക്കണമെന്നുമായിരുന്നു ശുപാർശ. അത് പക്ഷേ ജൽശക്തി മന്ത്രാലയത്തിന്റെ ചട്ടങ്ങളിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതത് സമയത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയാണ് പതിവ്. 2014 കശ്മീർ പ്രളയത്തിലും 2007 ബീഹാർ പ്രളയത്തിലും 2005 മുംബൈ പ്രളയത്തിലും 2001 ഗുജറാത്ത് ഭൂകമ്പത്തിലും 1999 ഒഡീഷ കൊടും ചുഴലിയിലും 4/3 തുക കേന്ദ്രം ചെലവഴിച്ചിരുന്നു. 2018 കേരളത്തിലെ പ്രളയം കലാമിറ്റി ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് 1/2 ലക്ഷം വീതവും കേന്ദ്ര ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയിരുന്നു. അന്ന് വിദേശങ്ങളിൽ നിന്ന് സംസ്ഥാനം സഹായം സ്വീകരിക്കുന്നത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കേന്ദ്രം വിലക്കുകയും ചെയ്തിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.